ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ, പരിശുദ്ധ കർമ്മല മാതാവും റൂഹായും പരിശുദ്ധാത്മാവും ചേർന്ന് നയിക്കുന്ന ഈ എളിയ ചാനലിലേക്ക് സിസ്റ്ററുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5. അതിൽ പ്രത്യേകമായിട്ട് പറയണതാണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ. കാരണം ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്നാണ് പറയുന്നത്, ആത്മാവിന്റെ ഫലങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് ജഡത്തിന്റെ ഫലങ്ങൾ, ജഡത്തിന്റെ വ്യാപാരങ്ങൾ? ആത്മാവിന്റെ ഫലങ്ങളും ജഡത്തിന്റെ വ്യാപാരങ്ങളും ഒന്നിച്ചു പോകുകയില്ല പ്രിയപ്പെട്ടവരെ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവ. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയെ ഈദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, സംയമനം, ഇവയാണ് ആത്മാവിന്റെ ഫലങ്ങൾ. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കും. ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ജഡത്തിന്റെ വ്യാപാരങ്ങളിലാണെങ്കിലോ മേൽപ്പറഞ്ഞ എല്ലാറ്റിലൂടെയും അവർ കടന്നു പോകും. അപ്പോൾ ജഡത്തിന്റെ വ്യാപാരങ്ങൾ ഒരു വശത്ത്, ആത്മാവിന്റെ ഫലങ്ങൾ ഒരു വശത്ത്. ആത്മാവിന്റെ ഫലങ്ങൾ സമൃദ്ധമാക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആത്മാവിന്റെ ഫലങ്ങൾ ജീവിക്കാം. എല്ലാവരെയും പരിശുദ്ധാത്മാവ് നയിക്കട്ടെ, ഭരിക്കട്ടെ, പഠിപ്പിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ. അവിടുത്തെ ദാനങ്ങളും ഫലങ്ങളും കൃപകളും വരങ്ങളും കൊണ്ട് ഓരോ ദൈവ പൈതലിനെയും നിറയ്ക്കണമേ. ആമേൻ.